എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു. പട്ടിണിയാണെങ്കിലും എല്ലാം അവിടെ ജീവിച്ചു. വഴക്കും ബഹളും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഫാത്തിമ ബീബിയുടെ വീടിനകത്ത് വഴക്കും ബഹളും ഉണ്ട്. അലിയാര് തങ്ങളും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വഴക്കൊക്കെ കൂടും പിണങ്ങും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ നിന്ന് പറയുകയാ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങൾ ഭാര്യയും ഭർത്താവും പിണങ്ങിയപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തന്താ പട്ടിണി ഇരുന്നെന്നാ, നിങ്ങൾ എന്നോട് മിണ്ടുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കൂല. അലിയാര് തങ്ങൾ പിണങ്ങിയിരുന്നപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് പറയും, നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് മിണ്ടുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കൂല, ഭക്ഷണം കഴിക്കൂല. സത്യാഗ്രഹം ഇരുന്നു മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും, അങ്ങാര് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ, ഇല്ലെങ്കിൽ ഈഗോ. എൻ്റെ പെങ്ങളെ, കുടുംബ ജീവിതമാകുമ്പോ അടിയും വഴക്കൊക്കെ ഉണ്ടാകും, വഴക്കും ബഹളൊക്കെ ഉണ്ടാകും. അതൊരു സ്നേഹമാ. നിന്റെ വീട്ടിൽ മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ആയിഷ ബീവി കറിയുടെ പാത്രം എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ ആമിന മരിച്ചേക്ക്, നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി കറി എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു. നബിതങ്ങൾ അടിച്ചില്ലല്ലോ, നബിതങ്ങൾ ഒരു ഭാര്യമാരെയും തല്ലിയിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഭാര്യമാരെ തല്ലുന്ന ആണത്തൊന്നുമല്ല. എൻ്റെ തല്ലുന്നൊക്കെ വലിയ ആണത്വമായിട്ട് പറയാം, അളി ഇന്നലെ കൊടുത്തളിയാ, ഞാൻ 2 എണ്ണം കൊടുത്തു എന്നൊക്കെ അഭിമാനത്തോടു കൂടി. അത് ആണത്വമൊന്നും അല്ലടാ. എങ്ങായി അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വഴക്കും ബഹളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കിയേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബിതങ്ങളും ആയിഷ ബീവിയും പിണങ്ങി. ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും പിണക്കമായി, മിണ്ടുന്നില്ല. സാധാരണ വൈകുന്നേരം മിണ്ടും. ആ പിണക്ക് ഇത്തിരി നീണ്ടുപോയി. അലിയായ ഫാത്തിമ, അള്ളാന്റെ റസൂലും ആയിഷ ബീവിയും രണ്ടുപേരും വഴക്കുകൂടി എന്തോ പറഞ്ഞു പിണങ്ങി. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, പിണക്ക് ഇത്തിരി നീണ്ടുപോയി ആദ്യമായിട്ടാ. അപ്പൊ മധ്യസ്ഥനായിട്ട് മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. കാരണം ആയിഷ ബീവിയുടെ വാപ്പയും നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സഹാബിയ. വന്നിട്ട് ചോദിച്ചു, എന്തേ നബിയെ പ്രശ്നം എന്താ? നിങ്ങൾ രണ്ടുപേരും മിണ്ടാത്ത എന്താ? എന്റെ ആയിഷ പ്രശ്നം എന്താ? നബിതങ്ങളും നിങ്ങൾ മിണ്ടാത്ത എന്താ? പ്രശ്നം എന്താ? അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ആയിഷ ആദ്യം നീ പറ, പിന്നെ ഞാൻ പറയാം. അതാ മനസ്സിലാക്കേണ്ടത്. ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുമ്പോ മധ്യസ്ഥനായിട്ട് വന്ന അബൂബക്കർ തങ്ങളോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ നീ പറ ആദ്യം, പിന്നെ ഞാൻ പറയാം. നമ്മൾ എന്തു പറയും? മിണ്ടിപ്പോകരുത്, ഞാൻ പറയും. പെണ്ണിന്റെ വീട്ടുകാർ മിണ്ടാൻ പാടില്ല, ഞാൻ പറയും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാൻ തുടങ്ങി.